ഹായ് ഫ്രണ്ട്സ്. ആക്ച്വലി ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പ്രിൻസ് ആൻഡ് ഫാമിലിയെ പറ്റി ഒന്ന് പറയാൻ വേണ്ടി വന്നു. ആക്ച്വലി ഇതൊരു ഫുൾ റിവ്യൂ ഒന്നുമല്ല, കാരണം ഞാൻ ഈ പടത്തെ പറ്റി റിവ്യൂ ചെയ്യാനായിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്തൊന്നുമല്ല. പക്ഷെ ഞാൻ പടം കാണാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പടത്തെ പറ്റി നെഗറ്റിവിറ്റികൾ കണ്ടിരുന്നു. ഞാനത് കാര്യമാക്കിയില്ല. കാരണം ഷാരിസ് മുഹമ്മദ്, ജനഗണമന എഴുതിയ ഷാരിസ് മുഹമ്മദ് എഴുതിയ, അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന പടമാണ്. ആ പടത്തിന് ദിലീപ് കൂടി നായകനായിട്ട് വരുന്നു. അപ്പോൾ ഒരു 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 വെറൈറ്റി കോംബോ ആയിട്ട് തോന്നി. പക്ഷേ സബ്ജക്റ്റോ ഒരു ഫാമിലി സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയും കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പടം കാണാൻ പോയത്. അപ്പോൾ പോയിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് പടം കണ്ടിട്ട് ഞാനത് പടത്തിനെ പറ്റി ഞാൻ പറയാം. പക്ഷെ പടം കണ്ടിട്ട് വന്നിറങ്ങിയും ശരി, ഓക്കെ, എൻ്റെ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഇതാണ്. അപ്പം ഞാൻ എന്നാൽ ബാക്കിയുള്ളവർ എന്താ ഒന്ന് പറഞ്ഞേക്കുന്നത്, എന്താണ് അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ചുമ്മാ ഒന്നെടുത്ത് നോക്കിയപ്പോൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് ഏകദേശം എല്ലാവരും തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഒരു കോൺട്രഡിക്ഷൻ തോന്നി. അത്രയും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വരുന്ന അല്ലെങ്കിൽ അത്രയും മോശം പടമേ അല്ല ഇത്. ന്യായമായിട്ട് പറയുവാണെങ്കിൽ അത് ദിലീപിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന മലയാളികൾക്ക്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പണ്ട് ജനപ്രിയ നായകൻ്റെ പടം പോയി കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. അപ്പോൾ നമ്മളൊരു പടത്തിന് പോയി കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ, ദിലീപിൻ്റെ പടത്തിൻ്റെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ടിരുന്ന സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ച് ഒരു ആ പടത്തിൻ്റെ കോമഡികളിൽ പടത്തിന് ചിരിച്ച് സന്തോഷിച്ച് അവസാനം ഒരു ഇമോഷണലി കണക്റ്റായിട്ട് പറ്റുമെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് നനയിച്ച് വീണ്ടും ഒരു അവസാനമായിട്ട് സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ടൈപ്പ് പടങ്ങളാണ് കൂടുതലും ജനപ്രിയ നായകൻ്റെ ആയിട്ട് ഉണ്ടായിരുന്നത്. ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന തന്നെ ഒരു പടമാണ് ആ പടം. അതുകൊണ്ട് തന്നെ ആരും ഡിസപ്പോയിൻ്റ് ആകത്തില്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി ഒന്ന് സന്തോഷിച്ചിട്ട് അല്ലെങ്കിൽ ആ പടം കണ്ട് ഒന്ന് സന്തോഷിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അത് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. നിങ്ങൾ കൂടുതൽ ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നോർമലായിട്ട് പോവുക, പടം കണ്ടിട്ട് വരിക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പടം ഇഷ്ടപ്പെടും. കാരണം അത്രയും മോശമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പ്ലോട്ടിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം പ്ലോട്ടിനെ പറ്റി. അതായത് ഒരു ഫാമിലി, അതായത് ആ ഫാമിലിയിലെ മൂത്ത പുത്രനാണ് ദിലീപ്. 2 അനിയന്മാരാണുള്ളത്. ദിലീപിൻ്റെ അച്ഛനായിട്ട് സിദ്ദിഖ്, അമ്മയായിട്ട് ബിന്ദു പണിക്കർ. നമ്മൾ ഈയിടെ കുറച്ച് പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അവരുടെ ആ ഒരു കോംബോ. അവർ നല്ല അസാധ്യമായിട്ട് ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് സിദ്ദീഖിനെ, ബിന്ദു പണിക്കറിനെ പറ്റിയൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അത് പറയാൻ നമ്മൾ ആളുമല്ല. സോ അവരുടെ പെർഫോമൻസ് വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ദിലീപിൻ്റെ അനിയന്മാർ, അപ്പം കല്യാണം കഴിഞ്ഞിട്ടും, അനിയന്മാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത കുടുംബത്തെയൊക്കെ എന്നിട്ട് നോക്കി നടക്കുന്ന, ഇതിൻ്റെ എല്ലാം ഭാരം തോളിലേറ്റി നടക്കുന്ന ഒരു നായക കഥാപാത്രം, അതാണ് ദിലീപ്. അപ്പം ദിലീപ് അദ്ദേഹത്തിന് നായികയ്ക്ക് വേണ്ടിയുള്ള സെർച്ചിങ് കണ്ടീഷൻസ് ഒക്കെ നോക്കി നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപിൻ്റെത്. അപ്പം പടത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന കൊണ്ട് തന്നെ ജനനത്തിനും മരണത്തിനിടയിലുള്ള ഒരു മനുഷ്യായുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ പ്രധാനപ്പെട്ട നിമിഷം ഏതായിരിക്കും എന്ന് ചോദിച്ചു തന്നെയാണ് പടം തുടങ്ങുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലർക്ക് അത് SLC ജയിക്കുന്നതാവാം, ചിലർക്ക് ഒരു ജോലി കിട്ടുന്നതാവാം, ചിലർക്ക് ആദ്യത്തെ സാലറി ആവാം. പക്ഷേ എനിക്ക്, അതായത് നായകന്, അത് കല്യാണമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ കല്യാണത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ പറയാം. അപ്പോൾ ആ ഇമ്പോർട്ടൻസിലോട്ട് എത്തിച്ചേരുവാനാണ് ഫസ്റ്റ് ഹാഫ്. ന്യായമായ സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യത്തിന് ചിരി തരുന്ന വിധത്തിൽ പടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ലൊരു 2 ടേണിംഗ് പോയിന്റും തന്നിട്ടുണ്ട്. അതായത് കോമഡി വർക്കൗട്ട് ആവുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു 2 ടേണിംഗ് പോയിന്റും തന്നിട്ടാണ് ഫസ്റ്റ് ഹാഫ് തീർക്കുന്നത്. സോ സെക്കൻഡ് ഹാഫിലല്ല, ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ അല്ല, സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായികയുടെ എൻട്രിയാണ്. അപ്പം നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയുടെ എൻട്രി ഈ പടത്തിനെ വേറൊരു ലെവലിലോട്ട് തന്നെ കൊണ്ടുപോകണം. നല്ല അസാധ്യമായിട്ട് കൊച്ചത് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഓവറായിട്ട് പാളിപ്പോകുന്ന ഒരു ക്യാരക്ടറാണ്, പക്ഷെ നല്ലതായിട്ടത് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നീട് ആ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡ് തൊട്ട് പിന്നീട് ഈ പടത്തെ കൊണ്ടുപോകുന്ന മൊത്തം ഈ ക്യാരക്ടറാണ്. അതായത് ചിഞ്ചു റാണി എന്നുള്ളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടാണ് നായിക വരുന്നത്. അപ്പം പിന്നീട് അങ്ങോട്ട് പടത്തിന്, അതായത് സാധാരണ കാണുന്ന ദിലീപ് പടങ്ങളെ അപേക്ഷിച്ച് പുതിയ കാലത്തിലോട്ട് പടം ഒന്ന് അപ്ഡേറ്റ് ആയി, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൻ്റെ രീതിയിലോട്ട്, അല്ല പുതിയ കാലഘട്ടത്തിൻ്റെ
നൂതന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ആ പടം കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം അത് നല്ല രീതിയിൽ പടത്തെ ഇമോഷണലായിട്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഇമോഷണൽ എലമെൻസും ഒക്കെ നല്ലതായിട്ട് തന്നെ കൊടുത്ത് അത് വർക്കൗട്ട് ആകുന്ന വിധത്തിൽ ചെയ്ത് വളരെ ശുഭകരമായിട്ട് തന്നെ പടം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദിലീപ് പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കുടുംബസമേതം നിങ്ങൾക്ക് പോയി ധൈര്യമായിട്ട് പോയി പടം കണ്ടിട്ട് വരാം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരത്തില്ല. അതിന് മാത്രം ഉള്ളത് ആ പടത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി പടം പറ്റുമെങ്കിൽ കാണുക. ഞാൻ എൻ്റെ അഭിപ്രായം, അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർ കൂടി ചിലപ്പോൾ പടം കാണാനൊരു ഒരു എന്താ പറയുന്നത്, ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം നമുക്കറിയാം മലയാള സിനിമകളിൽ നല്ല പടങ്ങൾ വരുന്നുണ്ട്. അപ്പം നല്ല പടങ്ങളെ നമ്മൾ ഒരിക്കലും ഒരുപാട് പേരുടെ എഫേർട്ടിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നല്ല പടങ്ങളെ അല്ലെങ്കിൽ അത്യാവശ്യം കഷ്ടപ്പെട്ട് നമ്മളിലോട്ട് എത്തിച്ചിരിക്കുന്ന നല്ല പടങ്ങളെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. കാരണം എങ്കിലേ നമുക്ക് ആ ഇൻഡസ്ട്രി ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് പോകാനായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെ വരുന്ന നല്ല പടങ്ങൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ, ബൈ.